ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് അച്ഛനോടുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തുകൂടുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിത്തന്ന ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനേകം വർഷങ്ങൾ പ്രാർത്ഥനായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പരിമല നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ട് വരികയായിരുന്നു. വളരെ അനുഗ്രഹീതമായി അത് നടന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് തുടർന്ന് നടക്കുവാൻ ഇടയായില്ല. അതിൽ സംബന്ധിച്ച് അനേകർ ഇപ്പോൾ എവിടെ വെച്ച് എന്നെ കണ്ടാലും തന്നെ അന്നത്തെ ആ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇപ്രകാരം നമുക്ക് അടുത്തു വന്ന ഈ നിമിഷത്തിൽ ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും, ഞാനും നിങ്ങളും ഇവിടെ കടന്നിരിക്കുന്ന അവസരത്തിൽ ഞാൻ എത്ര ദീർഘമായിട്ടും ഭംഗിയായിട്ടും സംസാരിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മുഴങ്ങുന്ന ശബ്ദം മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. ആകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മധ്യത്തിലേക്കൊന്ന് ഇറങ്ങി വരുവാനായിട്ട് നിങ്ങളെ എളിമപ്പെടുത്തിയോ ഒന്ന് താഴ്ത്തി കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, 3-3.5 വർഷക്കാലം കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ പ്രസംഗം കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു. എന്നാൽ കർത്താവില്ലാത്ത ഒരവസരം വന്നപ്പോൾ ആ ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി. പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചുപോയി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാം. പത്രോസ്ലീഹായാണ് സഭയുടെ താക്കോല് വാങ്ങിച്ചത്. ഒരർത്ഥത്തിൽ നിന്റെ മേൽ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് ഒരു പക്ഷേങ്കിൽ അദ്ദേഹത്തോടായിരുന്നിരിക്കണം. അത്രമാത്രം ഉന്നതമായ അവസ്ഥയിലിരുന്ന ആ പത്രോസ് പോലും ബാക്കിയുള്ള ശിഷ്യന്മാരെ കൂടെ മീൻ പിടിക്കുവാൻ കൊണ്ടുപോയി. 21-ാം അധ്യായത്തിൽ യേശുദമ്പുരാൻ കടന്നു വന്നപ്പോൾ പൂർണ്ണ നഗ്നനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ശിഷ്യന്മാരുടെ അവസ്ഥയെങ്കിൽ ദിനംതോറും ഒരുപക്ഷെങ്കിൽ നമ്മൾ പ്രസംഗം കേൾക്കും, വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും, വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ശക്തിയോടെ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും കേട്ടതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിങ്ങൾക്ക് പ്രത്യേകമായ രൂപവും ഭാവവും ശക്തിയും ഉണ്ടാകും. അതാണ് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞത്. ആ കർത്താവിനെ ഉപേക്ഷിച്ച് മീൻ പിടിക്കുവാൻ പോയതായ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു വന്നവനാണ് നമ്മുടെ കർത്താവ്. അതുപോലെ ഇന്ന് ഈ ദേവാലയത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവ് കടന്നു വരുന്നു എന്ന് നിങ്ങൾ ഈ സമയം ഒന്ന് ധ്യാനിക്കണം. ഇത് ധ്യാനപ്രസംഗമാണല്ലോ പ്രിയമുള്ളവരെ. പത്രോസിനോടും ബാക്കി ശിഷ്യന്മാരോടും കർത്താവ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? രാത്രി മുഴുക്കെ അവർ അധ്വാനിച്ചു, പക്ഷേ ഒരു മീനെപ്പോലും അവർക്ക് കിട്ടിയില്ല. മറുപടി പറയാൻ നിവൃത്തിയില്ല. നിരാശരായിട്ടാണ് ആ വള്ളത്തിൽ അവർ നിന്നത്. ഇന്നൊരു പക്ഷെങ്കിൽ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും നിരാശരായിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവം ആകർഷിച്ചിട്ടാണ് ഇന്ന് ഈ ദേവാലയത്തിൽ വന്നതെന്ന് നീ ആത്മാർത്ഥമായിട്ടൊന്ന് വിശ്വസിക്കണം. നിന്റെ മിടുക്കുകൊണ്ടല്ല പൈതലെ നീ വന്നത്. ഓശയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, ഞാൻ നിന്നെ ആകർഷിച്ച് വശീകരിച്ചെന്നാണ് അവർ പറഞ്ഞത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അലൂർ എന്ന വാക്കാണ്. 2:14.
മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. ഇന്നൊരു പക്ഷേങ്കിൽ നിന്നോടൊന്ന് ഹൃദ്യമായി സംസാരിക്കുവാനാണ് ഈ ദേവാലയത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ആകയാൽ കർത്താവെ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. ആ ശിഷ്യന്മാരോട് അവർ നിരാശരായി രാത്രി മുഴുക്കെ വേല ചെയ്തിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്ന അവസരത്തിൽ കർത്താവ് അവർക്ക് പ്രാർത്ഥന കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിവിടം വിട്ട് പോകരുത്, ഈ യെരൂശലേം വിട്ട് പോകരുത്. നിങ്ങളൊരല്പസമയം ഒന്ന് കാത്തിരിക്കണം. ആ ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേലൊന്ന് വരണം. നിങ്ങൾ കേട്ടതുകൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളെ ദൈവത്തിൻ്റെ ഉത്തമ വേലക്കാരാക്കുവാൻ കഴിയുകയില്ല. ജയജീവിതം കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേലൊന്ന് വരണം. അതിനു വേണ്ടിയിട്ടാണ് 10 ദിവസം അവർ കാത്തിരിക്കുവാൻ തയ്യാറായത്. ആ 10 ദിവസം കാത്തിരുന്നപ്പോൾ ഈ പത്രോസ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. ധ്യാനിക്കണം പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രസംഗമല്ല കേൾക്കുന്നത്, ധ്യാനിക്കുകയാണ്. ഈ പത്രോസ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. യേശുവിന് വേണ്ടി ചാകാൻ തയ്യാറാണെന്ന് പറയുന്നവനാണ്. അടുത്ത നിമിഷം ഞാൻ അവനെ അറിയത്തില്ലെന്ന് പറയുകയും പ്രാകുകയും ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ളതായ പത്രോസ് ആ 10 ദിവസം കാത്തിരുന്നപ്പോൾ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഉയരത്തിലെ ശക്തിയൊന്നും കാണുന്നില്ല. പത്രോസ് എഴുന്നേറ്റു. നമ്മുടെ പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന അമ്മയാണ് ആ പത്രോസിനോട് പറഞ്ഞത്, എഴുന്നേറ്റ് പോകരുത്, നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോകരുത്. വാക്ക് പറഞ്ഞവൻ, വാഗ്ദത്തം തന്നവൻ അത് പാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ക്ഷമയോടെ 10 ദിവസം ആ ശിഷ്യന്മാരും 120 പേരും അവിടെ കൂടിയിരിക്കുവാനിടയായത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നിങ്ങളോട് ഇപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ക്ഷമയോടൊരല്പസമയം ഇരിക്കണം. നിങ്ങളുടെ മേൽ ഉയരത്തിലെ ശക്തി വരും. ഇവിടെ തന്നെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. അതാണ് അമ്മയുടെ മധ്യസ്ഥത. ഇന്ന് അമ്മയുടെ പ്രത്യേകമായ പെരുന്നാളിൽ സംബന്ധിക്കുകയാണ്, വാങ്ങിപ്പ് പെരുന്നാൾ. അവയെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെയേറെ കേട്ട് കാണും. ആ അമ്മ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിച്ച ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ തരും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, യേശുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. മീൻ പിടിക്കുവാനായി പോയ ശിഷ്യന്മാർ ആ പെന്തക്കോസ്തിയുടെ അനുഭവത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. പിന്നീട് അവർക്ക് വന്ന മാറ്റം നിങ്ങളിൽ ഇന്ന് വരും. ആ മീൻ പിടിക്കുവാൻ പോയി നഗ്നനായിട്ട്, പൂർണ്ണ നഗ്നനായിട്ട് നിന്ന പത്രോസ് ഈ ഉയരത്തിലെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് നിന്നാൽ അവൻ്റെ നിഴല് തട്ടിയാൽ മതി, രോഗികൾ സൗഖ്യമാകും. അവൻ ധരിച്ചിരുന്നതായ വസ്ത്രം അവൻ്റെ ഇടക്കെട്ടൊരു രോഗിയുടെ മേൽ കൊണ്ടുവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവരൊന്ന് കൈ നീട്ടിയാൽ മതി. ആ രൂപാന്തരം നിങ്ങൾക്കും എനിക്കും ഇന്ന് സംഭവിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത് വേണ്ട എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട, അവർ പോകുന്നതാണ് മറ്റുള്ളവർക്കും പ്രയോജനം. ഞാൻ കഠിന വാക്ക് പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? നാം ഈ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരിൽ കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഈ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന അവസരത്തിൽ വയറിന് ആരെങ്കിലും ഒരു തടസ്സമുണ്ടാക്കി ആ കറണ്ട് അങ്ങോട്ട് പാസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അടുത്തിരിക്കുന്ന ആളിന് കറണ്ട് കിട്ടുകയില്ല, ഇവിടുത്തെ ലൈറ്റ് കത്തുകയില്ല, ഫാൻ കത്തുകയില്ല, ഫാൻ കറങ്ങുകയില്ല, ഒന്നും സംഭവിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ഇടയ്ക്ക് ഒരാൾ കുഴപ്പക്കാരനുണ്ട്. ഈ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനെയുള്ളവർ കഴുത്തിലൊരു കല്ല് കെട്ടി ആഴത്തിലേക്ക് ചാടുന്നതാണ് നല്ലതെന്ന്. ക്ഷമിക്കണം, ഞാൻ കടുത്ത വാക്കാണെങ്കിൽ പറയുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വന്ന് ആവസിക്കും. അത് അമ്മയാണ് അതിനു വേണ്ടി മധ്യസ്ഥയായിട്ട് നിൽക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് തിയോളജി ഒന്നും നിങ്ങളുടെ തലയിലോട്ട് അടിച്ചു കയറ്റുവാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലൊരു രൂപാന്തരം, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകും. ആ പഴയതങ്ങ് മാറിപ്പോകും. ആ ശക്തി ഒന്ന് പ്രവഹിക്കാൻ ഞാനും നിങ്ങളും അനുവാദം കൊടുത്താൽ മാത്രം മതി. ഇന്ന് അനേകരുടെ വാതിക്കൽ നിന്നുകൊണ്ട് അവൻ മുട്ടുന്നുണ്ടോ, മകനെ മകളെ എന്ന്. ഞാൻ വാതിക്കൽ വന്നു നിന്ന് മുട്ടും. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാനിന്ന് അവനോടും അവൻ എന്നോടും കൂടി ഇന്ന് അത്താഴം കഴിക്കും. ഈ പരിമല ദേവാലയത്തിൽ നീ കടന്നു വന്നിരിക്കുന്ന അതാണ്. ആ ഉയരത്തിലെ ശക്തി നമുക്ക് വേണം പ്രിയമുള്ളവരെ. അപ്പോൾ വരുന്ന രൂപാന്തരം എത്ര വലുതാണെന്ന് അറിയുന്നവർക്കറിയാം. നിങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സാക്കി മാറ്റും. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇത് കേൾക്കരുത്. നിങ്ങൾ വലിയ ആളുകളായിരുന്നിരിക്കും. നിങ്ങൾ വിചാരിക്കും എന്നേക്കാൾ ആരും ശ്രേഷ്ഠര് ഈ ലോകത്തിലില്ലെന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് തോന്നും. സത്യവുമാണത്. ധനികരായിരിക്കാം, ശ്രേഷ്ഠരായിരിക്കാം, വലിയ വലിയ വിദ്യാഭ്യാസവും ഡോക്ടറേറ്റും ഉള്ള വ്യക്തിയായിരിക്കാം. അതുപോലെ ഈ ലോകത്തിൽ ഒരുപക്ഷെങ്കിൽ നിന്നെ ബഹുമാനിക്കുന്നത് പോലെ ആരെയും ബഹുമാനിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് പറയുകയാണ്, നീ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിനക്ക് അയ്യോ കഷ്ടം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് സംവാദിക്കുകയാണ്. തന്നെത്താനൊന്ന് എളിമപ്പെടുത്തി ആ നിക്കോദിമോസിനോട് പറഞ്ഞതുപോലെ, മകനെ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല. നീ എന്തുമാത്രം സമ്പാദിച്ചു കൂട്ടിയാലും ശരി, ഈ ലോകത്തിൻ്റെ ജ്ഞാനം മുഴുക്കം നിൻ്റെ തലയിലായിരുന്നാലും ശരി, ഒരു നിമിഷം മതി. അതൊക്കെയും പ്രയോജനരഹിതമായി എത്രയോ പേര് കഷ്ടപ്പെടുന്നത് നീ കാണുന്നു. ആകയാൽ ഇന്ന് നിന്നെ ഒന്ന് തൊടുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ധ്യാനമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന് നിന്നെ ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ അടുക്കലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു, ആ ഉയരത്തിലെ ശക്തി കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ ഇത്രയും നാള് പലരോടും ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ഭിക്ഷയാചിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനായിരിക്കാം. എന്നാൽ ഇന്ന് നിന്നെ ഒന്ന് തൊടുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ആ പത്രോസ് ദേവാലയത്തിലോട്ട് വന്നിട്ട് പറഞ്ഞു, അവൻ്റെ മുമ്പിൽ നിന്നതായ ആ മുടന്തൻ ആഗ്രഹിച്ചത് ഈ പത്രോസിൻ്റെ വെള്ളിക്കാശാണ്. എന്നാൽ അവനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്, ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഞാൻ പ്രത്യേക വിഷയമൊന്നുമല്ല നിങ്ങളോട് പറയുന്നത്. ആ അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്കും നിനക്കും ആവശ്യമായിരിക്കുന്ന ഉയരത്തിലെ ശക്തിയാണ്. അതാണ് അമ്മ ഈ ലോകത്തിന് വാങ്ങിച്ചു കൊടുത്ത ഏറ്റവും വലിയ നിധിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാക്കന്മാരങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മീൻ പിടിക്കുവാൻ പോയ പത്രോസിൻ്റെ ഉയരത്തിലെ ശക്തി അവൻ്റെ മേൽ ആവസിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേവാലയത്തിലിരിക്കുന്ന മുടന്തൻ്റെ മുമ്പിൽ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. നിങ്ങളും ഞാനും ഒരു പക്ഷേങ്കിൽ എന്ത് കൊടുക്കാം, എന്ത് വാങ്ങിക്കാം, എന്ത് സമ്പത്തുണ്ടാക്കാം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, അതിനേക്കാൾ വലുത് നിങ്ങൾക്ക് ആരെ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്, ആരെ നേടാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേങ്കിൽ 10,000 കണക്കിനുള്ളതായ സ്വർണം കൊടുത്താലും ശരി, ആ കുഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ വേറൊരു മകൻ വിവാഹം കഴിച്ച് ആ കുഞ്ഞിൻ്റെ വീട്ടുകാർ അതിനേക്കാൾ 1 പവൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ആ കുഞ്ഞ് എപ്പോഴും പറയും, എന്നാലും എൻ്റെ വീട്ടുകാരെനിക്ക് ഇത്രേ തന്നോളല്ലോ എന്ന്. നേരെ മറിച്ച് നീ ആ കുഞ്ഞിന് യേശുതമ്പുരാനെയാണ് കൊടുത്തതെങ്കിൽ, ഉയരത്തിലെ ശക്തിയാണ് നീ അവൾക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ ധന്യമാണ് ആ ജീവിതം. എത്ര അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെയാണ് ആ മുടന്തനോട് യേശുതമ്പുരാൻ പറഞ്ഞത്, ആ പത്രോസ് പറഞ്ഞത്, നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്.
അടുത്ത സെന്റൻസ് എന്താണ്? പൊന്നും വെള്ളിയും എനിക്ക് തരാനില്ല. എൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയും ഇല്ല. പക്ഷെ എനിക്കൊന്ന് തരാനുണ്ട്. എന്തുവാ? നസ്രേനായ യേശുവിനെ തരാൻ എൻ്റെ കയ്യിലുണ്ട്. പൊന്നും വെള്ളിയുമില്ല എനിക്ക്. ഐ നോ വാട്ട് ഐ ഡു പൊസസ്. ഐ നോ വാട്ട് ഐ ഡു നോട്ട് പൊസസ്. ഈ ലോകത്തിലെ സമ്പത്തും വിദ്യാധനവും മറ്റു പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് എന്നൊരു പക്ഷെങ്കിൽ നീ അഭിമാനിക്കുന്നുണ്ടാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതുപോലെ അനേകരെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അവയെക്കുറിച്ചൊന്നും വിവരിക്കുന്നില്ല. കുറച്ച് നാൾ ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ചാപ്ലൈനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ലോകത്തെല്ലാ ആശുപത്രിയിലും കൊണ്ടുപോയിട്ട് ഒരു നിർവാഹവുമില്ല എന്ന് പറയുമ്പോൾ ഓടി വരുന്ന ഒരു സ്ഥലമാണ് വെല്ലൂർ ആശുപത്രി. കോടിക്കണക്കിന് കൊടുക്കുവാനുണ്ട്. പക്ഷെ ആ ഒരു സൗഖ്യത്തിന് വേണ്ടി ദാഹിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? എൻ്റെ സ്വന്തം അമ്മയുടെ ആങ്ങള, അമ്മാച്ചൻ, അദ്ദേഹത്തിന് ഒരു ഒറ്റ മകനേ ഉള്ളൂ, ആൺതലയായിട്ട്. അദ്ദേഹം അന്യരാജ്യത്ത് ഉയർന്ന ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന വ്യക്തിയായിരുന്നു. ആ കുഞ്ഞിനൊരു അസുഖം വന്നു. ഞാൻ ആ കുഞ്ഞെന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഉപയോഗിച്ചതാണ്. അവൻ വിവാഹിതനാണ്, അഡ്വക്കേറ്റാണ്, മക്കളുമുണ്ട്. പെട്ടെന്നൊരു അസുഖം വന്നു. എവിടെയെല്ലാം നോക്കിക്കാമോ അവിടെയെല്ലാം നോക്കി. അവനൊരു അസുഖവും ആരും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. വെല്ലൂർ കൊണ്ടുപോയി. ഇതറിഞ്ഞുകൊണ്ട് എൻ്റെ അമ്മാച്ചൻ ആ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ പലപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? അവിടെ വന്നിട്ട് ആ ചീഫ് ഡോക്ടറോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് പൊന്നച്ചൻ എന്നാണ്. ഈ പൊന്നച്ചൻ്റെ തൂക്കത്തിന് തുല്യം തങ്കമോ സ്വർണമോ ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ തരണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. എനിക്കൊരൊറ്റ മകനേ ഉള്ളൂ, ആവശ്യത്തിലധികം എനിക്ക് സമ്പത്തുണ്ട്, തരാൻ തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിക്കുന്നില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് പത്രം വായിച്ചുകൊണ്ടിരുന്നതായ പൊന്നച്ചൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കടന്നുപോയി. ആ മനുഷ്യൻ്റെ ദുഃഖം, ആ കുടുംബത്തിൻ്റെ ദുഃഖം ഞാൻ കണ്ടവനാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നിനക്കൊരു പക്ഷേങ്കിൽ നിന്റെ തൂക്കത്തിനോ അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ തൂക്കത്തിനോ സ്വർണമോ തങ്കമോ ഒക്കെ കൊടുക്കുവാനുള്ള സൗകര്യമുള്ളവനായിരിക്കും. അതൊന്നും നിനക്ക് പ്രയോജനപ്പെട്ടെന്ന് വരില്ല, നിനക്കത് ഭാരമായി തീരും. ആ സ്വർണവും തങ്കവും ഒരു പക്ഷേങ്കിലും നേടിവെച്ചത് വീതിച്ചു കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ദുഃഖിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരൊരു പക്ഷെങ്കിൽ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവും. ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ച് ഉന്നതനായിരുന്ന വ്യക്തി താൻ സമ്പാദിച്ചത് സ്വന്തം മക്കൾക്കൊന്ന് വീതിച്ചു കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറയാൻ സമാധാനത്തോടെന്ന് വിചാരിച്ചാൽ സാധിക്കാത്ത എത്ര വ്യക്തികളെ എനിക്കറിയാമെന്നറിയാം. അവരോടൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ ഇടപെട്ടിട്ടുള്ളവനാണ്. എന്നാൽ ഒന്നുമില്ലാത്ത നാടൻ ഭാഷ ഞാൻ ഉപയോഗിച്ചോട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചാണകം മെഴുകി ജീവിച്ച വീട്ടിനകത്ത് കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് ഈ അപ്പനെയും അമ്മയും കൈയുടെ വെള്ളയിൽ കൊണ്ട് നടത്തുന്ന, പറത്തിക്കൊണ്ട് നടത്തുന്ന എത്രയോ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുവാനും ഞാനിവിടെ സാക്ഷിക്കുവാനും തയ്യാറാണ്. പറഞ്ഞാലും തീരില്ല. കാരണം എന്താണെന്നറിയാമോ? ആ ചാണകം മെഴുകിയതായ വീട്ടിൽ രാവിലെയും വൈകിട്ടും എഴുന്നേറ്റ് നിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയുമായിരുന്നു ആ ഭവനത്തിൻ്റെ ഉടയവർ. അവർക്ക് കൊടുത്തത് കർത്താവിനെയാണ്. അവർക്ക് നേടിവെച്ച സമ്പത്തല്ല അവരെ ഉപകരിച്ചത്. അവർ എവിടെ പോയാലും ശരി തന്നെ അവരുടെ അപ്പനും അമ്മയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ലോകത്തിൽ അവർക്ക് ദൈവമുള്ളൂ. അങ്ങനെ വളർത്തുന്ന എത്രയോ പേര് എനിക്കറിയാൻ പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് ഈ പത്രോസ് പറഞ്ഞത്, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കൊരു കാര്യമുണ്ട്,
നസറേയനായ യേശു എനിക്കുണ്ട്, ആ നാമത്തിൽ നീ എഴുന്നേക്ക്. ആ ദേവാലയത്തിന് മുമ്പിലിരുന്നതായ ആ മുടന്തൻ ആ നിമിഷത്തിൽ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സാക്ഷിയായി അവരുടെ കൂടെ പോയി. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയാണ് ആ പത്രോസാക്കി മാറ്റിയത്. ആ അമ്മ ഇവിടെ നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്നുള്ള ധ്യാനത്തിൽ നിങ്ങളിരിക്കണം. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഞാൻ എത്ര കണ്ടിട്ടുണ്ടെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആര് പറഞ്ഞാന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും അറിയാമല്ലോ. ആരാ? കർത്താവ് പറഞ്ഞതാ. ലാസറിന്റെ ഭവനത്തിന് കൂടെ ആണും തൂണുമായിട്ട് ലാസർ മാത്രമേ ഉള്ളൂ. തമ്പുരാൻ സ്നേഹിച്ച കുടുംബമാണ്. ആ കുടുംബത്തിലാണ് പ്രശ്നമുണ്ടായത്. കർത്താവ് ഇപ്പോൾ ഓടി വന്ന് ഞങ്ങളെ അങ്ങ് നേടിക്കളയും, ലാസറിന്റെ അസുഖം മാറ്റിത്തരുമെന്ന് വിചാരിച്ചു. സംഭവിച്ചില്ല. പക്ഷെ അവിടെ ദൈവം തമ്പുരാൻ ഒരു പാഠം പഠിപ്പിക്കാനായിട്ടാണ് വരാതിരുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞു, ആ അസുഖം മരണത്തിനല്ല, അല്ലേ? ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമാണ്. ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരികയാണ്. ദൈവ പൈതലേ, നിനക്കൊരു പക്ഷേങ്കിലും ഒന്നുമില്ലെന്നും നിനക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ വരുമ്പോൾ തമ്പുരാൻ എന്നെ കൈവിട്ട് കളഞ്ഞോ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകും. ആ വിചാരത്തിലിരിക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. തമ്പുരാൻ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഈ ലോകത്തിൽ ഒരു മനുഷ്യർ യേശുവിനെ വീട്ടിനകത്ത് കയറ്റാത്ത സമയത്ത് വാതിൽ തുറന്ന് അതിനകത്ത് കയറ്റി ചോറും കാപ്പിയും ഒക്കെ കൊടുത്ത ഞങ്ങളെ ലാസറിന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ 2 നാഴിക ദൂരത്തിൽ ഇരിപ്പുണ്ട്. വിവരമറിയിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു വരുന്നില്ല. അപ്രകാരം ദുഃഖത്തിൽ ഈ പരിമല തിരുമേനിയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എൻ്റെ ആത്മാവ് പറയുന്നു. അവർ നിരാശരായി. ഒരു പക്ഷെങ്കിൽ തമ്പുരാൻ നിന്നിൽ കൂടെ പ്രവർത്തിക്കണം. അതിനാണ് മകനെ മകളെ ഈ സാവകാശം എടുത്തതെന്ന് നീ വിചാരിച്ചാൽ മതി. കർത്താവിനോട് പറഞ്ഞതൊക്കെ അറിയാം. ഞാൻ അതെന്ന് ആവർത്തിച്ച് ചർവണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ കർത്താവ് കടന്നു വന്നതൊക്കെ നിങ്ങൾക്കറിയാം. വീണ്ടും എന്തോ അവർ പറഞ്ഞത്, നീ നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഈ ലാസർ മരിക്കില്ലായിരുന്നു. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. പരിമല തിരുമേനി ആരാണെന്നറിയാം. എത്രയോ പേര്. ഈ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അലക്സാണ്ടർ സാർ എന്നെ കണ്ടിട്ട് വഴക്ക് കൂടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊന്ന് ചെല്ലണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒളിച്ചാണ് ഇവിടെ ഇരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയാണെന്ന് എനിക്കറിയില്ല. വഴക്ക് കൂടിച്ചിരിക്കുകയാണ്, ഞാൻ വീട്ടിൽ ചെല്ലണമെന്നും പറഞ്ഞു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം സാക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് നടക്കാൻ നിവൃത്തിയില്ലാതിരുന്ന അവസരത്തിലാണ് ഈ പരിമല വന്ന് ആ പരിശുദ്ധനോട് പ്രത്യേകമായി മധ്യസ്ഥത പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ കൂട്ടിയിട്ട്, ആ പരിമല തിരുമേനിയുടെ ആ മധ്യസ്ഥത കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നടക്കുന്നതും വരുന്നതും നിൽക്കുന്നതും ഒക്കെ. സകല മനുഷ്യരും കൈവിട്ടതാണ്. അതുപോലെ എത്ര പേരുണ്ട്. അതുപോലെയാണ് ലാസറിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാം. നിന്നോടാണ് കർത്താവ് ഇപ്പോൾ ഈ പറയുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു കാണും ഇത് പഴകിപ്പോയി, നേരത്തെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ശരിയായേനെ, ഇത് നേരത്തെ വല്ലതും പോയിരുന്നെങ്കിൽ ശരിയായേനെ, ഇതിപ്പം പഴകിപ്പോയി എന്ന് പറഞ്ഞ് നിന്റെ അസുഖവുമായിട്ട് കരയുന്നവരുണ്ട്. അങ്ങനെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമെന്ന് പറയുന്ന ഉപദേശിക്കുന്ന അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. അത് കേട്ടവരിവിടെ ഇരിപ്പുണ്ട്. കർത്താവ് എന്തോ മറുപടി പറഞ്ഞു, നോ, ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇന്ന് ഈ പരിമല ദേവാലയത്തിൽ നിന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിമിഷമാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അവരോട് എന്ത് പറഞ്ഞു? 11-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 40-ാം വാക്യം, ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ഗ്ലോറി നൗ ഇറ്റ്സെൽഫ്. ഇപ്പോൾ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ എൻ്റെ ഒരു അനുഭവം ഇതിനു മുമ്പ് ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും.
എൻ്റെ അമ്മയെ മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ ഒരു വ്യക്തിയാണ്. വൈദ്യശാസ്ത്രത്തിന് പ്രവർത്തിക്കാൻ ഒക്കുന്നൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നിവർത്തിയില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയുടെ ആങ്ങളെ പുറത്തൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേങ്കിൽ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ നോ വൺ ക്യാൻ ഡൂ എനിത്തിങ്. എൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നേരം എൻ്റെ അപ്പച്ചൻ, അമ്മയുടെ അപ്പച്ചനൊരു അച്ഛനാണ്. അദ്ദേഹം ആ അമ്മയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഈ വാക്കുകളാണ് പറഞ്ഞത്. മോളെ, നിനക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. എനിക്കിവിടെ മരുന്നില്ലെന്ന് മനസ്സിലായി. എൻ്റെ അപ്പച്ചൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, അല്ലെങ്കിൽ ആ മോളോട് പറഞ്ഞു, മോളെ, ആ ലാസറിൻ്റെ കല്ലറയ്ക്കൽ വെച്ചിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞല്ലോ, നീ ഓർക്കുന്നു? ഉടനെ അമ്മച്ചി മറുപടി പറഞ്ഞു, ഞാൻ ഓർക്കുന്നു. നാറ്റം വെച്ച ലാസറിനോട് നീ ഒന്ന് വിശ്വസിച്ചാൽ മതി എന്നത് സഹോദരിമാരോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ അമ്മച്ചി ഒരു തീരുമാനം അങ്ങ് എടുത്തു. ഞാൻ പറയും, അത് പരിശുദ്ധാത്മാവാണ് ആ തീരുമാനമെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് സമ്പാദിച്ചാലും ശരി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ എന്നെ അറിയുമായിരിക്കും. ഔദ്യോഗിക രംഗങ്ങളിലും ഈ ലോകത്തിലെ ഒരുവിധപ്പെട്ട, ഈ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒരുവിധപ്പെട്ട വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഇടപെടാനുള്ള ഭാഗ്യം ലഭിച്ചവനാണ്. തെളിച്ചു പറയാൻ, ഞാൻ അദ്ദേഹം ഇവിടെയുള്ള ഒരാളാണ്. റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനായിട്ട് കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ പാത തുറന്ന GB വാര്യർ ഇവിടുന്ന് ആണ് അദ്ദേഹം മദ്രാസിന് പോയത്. റെയിൽവേ ബോർഡ് ചെയർമാൻ തിരുവനന്തപുരത്ത് വന്നാൽ എൻ്റെ വീട്ടിൽ വരാതെ പോവുകയില്ല. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കും. അതുപോലെ IDBയുടെ ചെയർമാൻ, അങ്ങനെയൊക്കെ ഉള്ളതായ ആളുകളുമായിട്ടൊക്കെ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ഉള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തെക്കാളെല്ലാം ഉപരി നിങ്ങൾക്ക് വീട് നിറച്ച് സ്വർണവും തങ്കവും കൂട്ടിവെച്ചിരുന്നാൽ അതിനേക്കാൾ ഉപരി എൻ്റെ യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്നോടും പറയും, മകളെ, ഇഫ് യു ബിലീവ്, നീ ഇപ്പം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ബഹുത്വം കാണും. ആ അമ്മ പറഞ്ഞു, ഒരു പടിയൂടെ കയറ്റി എന്ന് പറഞ്ഞു. അമ്മ അച്ഛൻ്റെ അടുത്ത്, അതായത് അപ്പച്ചൻ്റെ അടുക്കൽ പറഞ്ഞു, എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു വൈദ്യൻ്റെ മരുന്ന് വേണ്ട. അമ്മച്ചി തുള്ളിട്ടു. ഞാൻ ഈ വേദിയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ 38 വർഷക്കാലം പിന്നെ മരുന്നില്ലാതെ ജീവിച്ച ഒരു സ്ത്രീയാണ്. അമ്മയ്ക്ക് ഒരേ ഒരു മരുന്നേ ഉണ്ടായിരുന്നു. അത് കർത്താവ് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. നമ്മുടെ വലിയ ബസേലിയോസ് വാളിയംസ് ആഫ്റ്റർ വാളിയംസ് എഴുതിയിട്ടുണ്ട്. സൗഖ്യം തരുന്ന ദൈവം യേശു. ആ വിശുദ്ധ കുർബാന സൗഖ്യമാണ്. അതാണ് സൗഖ്യം. ഞാനതുകൊണ്ടാണ് ഒരു അച്ഛനായിട്ട് ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പോയാൽ ഞാൻ എത്ര താമസിച്ചാലും ശരി തന്നെ ആ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരും കുർബാന അനുഭവിച്ചിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നീ വലിയ പരിശുദ്ധനായിട്ടൊന്നും അല്ല കുർബാന കൊള്ളുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നുപോയാൽ ഞാൻ വാചാലനാകും, അതുകൊണ്ട് പറയുന്നില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തു, നിങ്ങൾ കുർബാനയ്ക്ക് വരുമ്പോൾ പടിഞ്ഞാറോട്ട് ധൂപക്കുറ്റിയുമായിട്ട് ശുശ്രൂഷക്കാരൻ വരുമ്പോൾ എന്തുവാ പറയുന്നത്? അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന. പാർട്ടിസിപ്പേഷൻ അല്ല, പാർട്ടിസിപ്പൻറ്റിനെ അല്ല വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അതാണ് പറഞ്ഞത്. കുർബാന കാണാൻ പോയി എന്ന് പരിമല പോയി എന്ന് പറയുന്നവരുണ്ട്. അബദ്ധം. ഈ സഭ അനുവദിക്കുന്നില്ല കാണാൻ വരാൻ, അനുവദിക്കുന്നില്ലെന്ന് നിങ്ങൾ ആരോടെങ്കിലും പോയി ചോദിച്ചില്ലേ? ഒൺലി ദ സെലിബ്രന്റ് ക്യാൻ. ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ ആരായിരിക്കണം? ഈ കുർബാന അർപ്പിച്ചവരായിരിക്കണം.
എനിക്ക് പേടിയാവുന്നു, ഞാനങ്ങ് നീണ്ടുപോയാൽ ആ വിഷയം അങ്ങ് പിടിച്ചു പോകും. അങ്ങ് only celebrants can, അനുഭവിച്ചിടുന്നവർക്ക് അവർക്ക് മാത്രമേ അനുഭവിക്കാൻ അവകാശമുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങളെല്ലാവരും കൂടെ കൂടി നിന്നാണോ ഇവിടെ കുർബാന അർപ്പിച്ചതെന്ന്? അതെ, സംശയമൊന്നും വേണ്ട. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. താഴെ നിൽക്കുന്ന അച്ഛൻ ഇവിടെ നിന്ന് കയറി അവിടെ മുത്തിക്കഴിഞ്ഞതിന് ശേഷം നേരെ ഇങ്ങോട്ട് വന്നിട്ട് കൈമലർത്തി ചോദിക്കും, ഞാൻ നിങ്ങളെ പ്രതിനിധീകരിച്ച് പുരോഹിതൻ മുമ്പിൽ നിൽക്കുന്നയാളെന്നാണ് അർത്ഥം. അർപ്പിക്കുകയാണ്. പിന്നെ ഈ കുർബാന അർപ്പിക്കുന്നത് നിങ്ങളും ഞാനും കൂടെ ചേർന്ന് ഒന്നിച്ചാണ്. നിങ്ങൾ തക്സായിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞങ്ങൾ അർപ്പിക്കുന്നതെന്നാണ് പിന്നെ പറയുന്നത്. സഭ ഒന്നിച്ചാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. വിശ്വാസികൾ ഒന്നിച്ചാണ് കുർബാന അർപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ശക്തമായ ഒരു ഔഷധമാണ് ഈ വിശുദ്ധ കുർബാന. ഇവിടെ സ്ത്രീകൾ ഇവിടെ ഇരിപ്പുണ്ട്. സ്ത്രീകൾ ഈ വർഷത്തെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദേവറോസ് സിനിമയിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇല്ലേ? പരീക്ഷയ്ക്ക് എഴുതാനില്ലേ ഒരു പുസ്തകം? അതിനകത്ത് കുംഭസാരം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കോ, ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കിക്കോ. നിങ്ങൾ തന്നെത്താനെ ഒരുങ്ങി വന്ന വിശുദ്ധ കുർബാന എല്ലാ ഞായറാഴ്ചയും മാറാനായ പെരുന്നാളുകളിലും അനുഭവിക്കണം. നിങ്ങൾ കുർബാനയ്ക്ക് ഒരുങ്ങി വന്ന് തന്നെത്താനെ ശോധന ചെയ്ത് 1 കൊരിന്ത്യർ 10-11 അധ്യായം വായിച്ചു നോക്ക്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴൊക്കെയും അച്ഛൻ്റെ അടുക്കൽ പോയി കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കാവൂ എന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് കിടപ്പുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്, സഭ എന്തുവാ പറഞ്ഞിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും തലയിലിരിക്കുന്നത് കുർബാന കാണുന്ന ശൈലിയാണ്. ഞാൻ ആ വിഷയം മുമ്പേ പറഞ്ഞതുപോലെ ആവർത്തിച്ചാൽ അബദ്ധം പറ്റും, എനിക്ക് നീണ്ടുപോകും. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മച്ചിയുടെ മരുന്ന് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിവൃത്തിയുള്ള എല്ലാ കുർബാനയിലും പോകും. ഒരുങ്ങി അമ്മച്ചി മരുന്ന് ആ വിശുദ്ധ കുർബാന അനുഭവിക്കും. 38 വർഷക്കാലം ആ അമ്മച്ചി ഒരു മരുന്ന് ഉപയോഗിക്കാതെ ജീവിച്ച ഒരു സ്ത്രീയാണ്. നമ്മുടെ വസ്താത്യോസ് തിരുമേനി വീട്ടിൽ വന്ന് പറയും, പലപ്പോഴും പല വിധത്തിലുള്ളതായ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാലം ചെയ്ത മാത്യു സ്തുതിയൻ കാതോലിക്ക ബാബ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ഇന്ന് നമ്മുടെ DGP അലക്സാണ്ടർ ജേക്കബ് സാറ് IPS എൻ്റെ ഒരു ബന്ധുവാണ്. അവൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മയെ കണ്ടിട്ടുണ്ട്. അമ്മയുമായിട്ട് അവന് ഇടപെട്ട കാര്യങ്ങളൊക്കെയും തന്നെ തിരുവനന്തപുരത്ത് പലയിടത്തും പറയും. നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ പോയി ചോദിച്ചു നോക്ക്. അലക്സാണ്ടർ ജയിലിൻ്റെ DGP ആയിട്ട് ഇപ്പോൾ മാറി വേറൊരു സ്ഥാനത്തിരിക്കുന്ന അലക്സാണ്ടർ, ആ പുള്ളിയോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു ദിവസം അവൻ പറഞ്ഞ സാക്ഷി ഞാൻ CD-യിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. ആ വിഷയം തന്നെ പറഞ്ഞിട്ടുണ്ട് കുർബാനയെക്കുറിച്ച്. ഒരു ദിവസം അമ്മയുടെ കാലിൽ നല്ല നല്ല പഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ അവൻ കണ്ടു. അവൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതങ്ങോട്ട് പഴുത്ത് കയറി വന്നാൽ ഇനി കാലങ്ങ് മുറിക്കേണ്ടി വരും, ഇവിടെ വെച്ച് മുറിക്കേണ്ടി വരും. പിന്നെ അമ്മച്ചി വിചാരിക്കുന്നതോടൊന്നും ചെയ്യാനൊന്നും നോക്കത്തില്ല, പുളകയെന്നൊക്കെയാണെന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അവൻ പ്രസംഗിച്ചത് ഞാനും എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അമ്മ അങ്ങോട്ട് സത്യം സത്യം സത്യം, എടാ കുഞ്ഞെ, അത് വന്നതുപോലെ അങ്ങ് പൊക്കോളും. അമ്മ അവനെ വിളിച്ചുകൊണ്ട് പള്ളിയിലോട്ട് ചെന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പ്രസംഗിച്ച് നിങ്ങൾ കേൾക്കണോ അല്ലെ ചോദിച്ചു നോക്കൂ. ആ മാതാവിൻ്റെ മുമ്പിലേക്ക് ഈ കാലങ്ങോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, അമ്മേ അമ്മേ, നീ എനിക്ക് മധ്യസ്ഥയല്ലേ, നീ എനിക്ക് ആര് വേണം? അവൻ വാചാലനായി പറയും, അലക്സാണ്ടർ ജേക്കബ്, ഞാൻ 2 ദിവസം കഴിഞ്ഞ് അമ്മയുടെ കാലിൽ നോക്കുമ്പോൾ യാതൊന്നുമില്ല. വിശ്വസിക്കണം പ്രിയമുള്ളവർ.
അമ്മയുടെ പെരുന്നാൾ ഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതും ഇതും കാട്ടിക്കൂട്ടിയാൽ അമ്മയുടെ പെരുന്നാളില്ല. അമ്മ എന്തുവാ നിങ്ങളോട് പറഞ്ഞ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു വീട്ടിൽ അമ്മ വന്നിട്ട് എന്തുവാ പറഞ്ഞ്? ആ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടില് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സദ്യ ഉണ്ട്, ഗംഭീരമായ സദ്യ. ചോറങ്ങ് തീർന്നു പോയി എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അവരുടെ അന്നത്തെ ആ ആചാരമനുസരിച്ച് അവർക്ക് ആ മധുരം കൊടുത്തില്ല എങ്കിൽ ആ സദ്യ പൂർണ്ണമല്ല. ആ അവസ്ഥയിലാണ്. അമ്മയും കൂടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ വീട്ടില്. അമ്മയല്ല സദ്യ നടത്തുന്നത്, യേശുവിനെ അമ്മയും കൂടെ വിളിച്ചത് മാത്രമേ ഉള്ളൂ. ആ വീട്ടിലെ കുറവ് കണ്ടിട്ട് ആദ്യമായിട്ട് അവർക്ക് വേണ്ടി ആരാ മധ്യസ്ഥത അർപ്പിച്ച്? അമ്മയാ. അമ്മയോട് ആരെങ്കിലും പറഞ്ഞോ? അമ്മേ, ഇവിടെ വീഞ്ഞു തീർന്നു എന്നും ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അമ്മ അറിഞ്ഞു. നിന്റെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവളാണ്. ഇന്നത്തെ ഏവൻഗേലിയൻ വായിച്ചപ്പോൾ ഞാൻ 2 മിനിറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ എന്തുവാ? Behold this mother. ആരോടാണ് പറഞ്ഞത്? യോഹന്നാനോട്. താൻ സ്നേഹിക്കുന്ന യോഹന്നാനോട് പറഞ്ഞു, കണ്ടാലും നിന്റെ അമ്മ. ബിഹോൾഡ്. ഇന്ന് ഈ പരിമല പള്ളിയിൽ വന്നത് ആ അമ്മയെ കാണാനാ. നീ ആ അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ കൂടെ പുത്രനുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച്, ഒരു പടിയൂടെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ആ അമ്മ പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞോ ഞാൻ ചെയ്തു കൊടുക്കാവുന്നു? ആരോട് വേദസുദ്ധരുണ്ടോ? ആ ഒഴിവഴിവ് പറഞ്ഞു, ഇപ്പോഴെൻ്റെ സമയമൊന്നും ആയിട്ടില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു, ഓ അവൻ്റെ സമയമായില്ല, ഇല്ലെങ്കിൽ അവൻ ചെയ്തു തന്നതിനായിരുന്നു. അതെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്കറിയാം. ഇതാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്കും എനിക്കും തമ്മിലുള്ള വ്യത്യാസം. എന്താണെന്നറിയാമോ? ചില മനുഷ്യർ കർത്താവ് പറഞ്ഞതുപോലെ ബലാത്കാരം ചെയ്യുന്നവരാണ്. ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യും. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും പറഞ്ഞു കാണും, ഞാൻ എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്തെല്ലാം നേർച്ച കൊടുത്തു, ഞാൻ എത്ര നാൾ പരിമലപ്പള്ളി പ്രസംഗം കേൾക്കാൻ പോയി, എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. എനിക്ക് വലിയ വിശ്വാസമില്ല സംഭവിക്കുമെന്ന്. നേരെ നീ ഒന്ന് പറഞ്ഞ്, നേരെ തിരിച്ചെന്ന് പറഞ്ഞ്, ഞാനത് വാങ്ങിച്ചല്ലാതെ പോവുകയല്ല ഇവിടെ. ഞാൻ പരിമലപ്പള്ളിയിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധി, അതുകൊണ്ട് എല്ലാവരും പരിമലപ്പള്ളി വന്ന് നോക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ അത് വാങ്ങിച്ചിട്ടല്ലാതെ പോവുകയില്ല എന്നൊന്ന് പറഞ്ഞു. ഐ നോ ഹൂ ഈസ്. അവൻ ആരാണെന്ന് എനിക്കറിയാം. അവൻ എൻ്റെ ഉപനിധി അന്ത്യത്തോളം കാപ്പാൻ മതിയായവനാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ആ വിശ്വാസമുള്ളിടത്താണ് കർത്താവിന് പ്രവർത്തിച്ചേ പോരാനൊക്കെയുള്ളൂ. കർത്താവ് പ്രവർത്തിക്കും പ്രിയമുള്ളവരെ. ഇവിടെ അമ്മ എന്തുവാ പറഞ്ഞത്? അവൻ പറയുന്നത് നിങ്ങളങ്ങ് ചെയ്തേക്കണം. എന്നോട് പറഞ്ഞു ബുദ്ധിമുട്ടാണ്, എൻ്റെ സമയം വന്നിട്ടില്ല, അമ്മയെ നമ്മളിവിടെ ചോറുണ്ണാൻ വന്നതാണ്, അമ്മ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ വെറുതെ വിട്ടേക്കണം. പക്ഷെ അമ്മ വല്ലതും ചെയ്തോ? അമ്മയ്ക്കറിയാം ഞാൻ അവനോട് പറഞ്ഞതാണോ. ദൈവ പൈതലേ, ആ വിശ്വാസം നിനക്ക് വരട്ടെ. ഞാനാണ് കർത്താവിനോട് ചോദിച്ചെങ്കിൽ അവൻ ആരാണെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കാനുള്ളവനല്ല. ഞാൻ അവൻ്റെ ഉത്തമ സാക്ഷിയായി അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നവനും കൊടുക്കുന്നവളുമായി മാറാൻ എൻ്റെ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഉത്സവത്തിൻ്റെ അവസാന ദിവസം നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവരൊക്കെ
എൻ്റെ അടുക്ക വാ. ദാഹിക്കുന്നവരൊക്കെ എൻ്റെ അടുക്ക വാ. ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഇറങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു വിടിരുന്നവരാ, എനിക്കറിയാം. നിങ്ങൾ ആകർഷിച്ചാണ് ഇവിടെ ഇരിക്കുന്നതെന്നും എനിക്കറിയാം. ഞാനല്ല, തമ്പുരാൻ. ആ ആകർഷിക്കപ്പെട്ട് അവൻ്റെ അടുക്കലേക്ക് വന്ന് ആരെയും തമ്പുരാൻ അനാഥനായി വിടുകയില്ല. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ അമ്മയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അമ്മ പറഞ്ഞു, ആ പറയുന്നത് നിങ്ങളൊന്ന് ചെയ്തേക്കണം. ഈ ചിലർക്ക് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക. പ്രാർത്ഥിച്ചു അതങ്ങ് വിട്ടു. പിന്നെ വേറെ വല്ല വഴിയിലോട്ടും പോകും. പിന്നെ വേറെ ഒരാൾ പറയാം, ഞാൻ പ്രാർത്ഥിച്ച് ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടും. എവിടെയോ നമുക്ക് പരാജയമുണ്ട് പ്രിയമുള്ളവർ. ഇത് ഞാൻ എൻ്റെ ഭാഷ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ദൈവം തമ്പുരാൻ നിങ്ങളുടെ വല്യപ്പനല്ല എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? എൻ്റെ അപ്പനെ ഞാൻ എന്തോ വിളിക്കണം? വല്യപ്പാന്നല്ലേ വിളിക്കേണ്ടത്? എൻ്റെ അപ്പൻ വിളിച്ചതാണ്. എൻ്റെ അമ്മയെ അപ്പാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്യപ്പാന്നല്ലേ വിളിക്കേണ്ടത്? പക്ഷെ ഞാൻ എൻ്റെ വല്യപ്പാന്നാണോ വിളിക്കുന്നത്? അല്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവരെല്ലാവരും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ മക്കളാണ് പ്രിയമുള്ളവർ. ആ മക്കളെ ഒരു നാളും അവൻ അനാഥനായി വിടുകയില്ല. ആ ഒരു ധൈര്യമാണ് എനിക്ക് തരേണ്ടുന്നത്. എൻ്റെ അമ്മയ്ക്ക് 38 വർഷക്കാലം ഒരു മരുന്നുമില്ലാതെ ജീവിക്കാനിടയാക്കിയത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ കഴിഞ്ഞ 1-2 ദിവസത്തിന് മുമ്പ്, 1-2 ദിവസമല്ല, ഈ കഴിഞ്ഞ ബുധനാഴ്ച മുഖ്യമന്ത്രി എനിക്കൊരു അവാർഡ് തന്നു. അത് സൗദിയിലെ മലയാളി അസോസിയേഷൻകാർ തന്നതായ അവാർഡാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവുമാണ്. എന്നെ തിരഞ്ഞെടുത്തത് ആരാണെന്നറിയാമോ? അവർ എല്ലാ കൊല്ലവും ഇത് തിരഞ്ഞെടുക്കുന്നതിനൊരു കമ്മിറ്റി ഉണ്ടാക്കും. ഈ കൊല്ലത്തെ കമ്മിറ്റി മെമ്പേഴ്സ് ഇവിടുത്തെ പ്രശസ്തനായ ബാബു പോള്, അതുപോലെ ഇവിടുത്തെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നല്ല പോലീസ് വകുപ്പിനകത്ത് ഏറ്റവും തലവനായിരുന്ന ജേക്കബ് പുന്നൂസ്, അദ്ദേഹം കത്തോലിക്ക സഭയിലെ ഒരു അംഗമാണ്. ബാബു പോൾ സാർ മാതൃകീസ് വിഭാഗത്തിൽ, യാക്കോബായ വിഭാഗത്തിലെ തലവനാണ്. മൂന്നാമതൊരാൾ കേരള മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ജയകുമാർ സാറാണ്. ഇവരെ 3 പേരെയും IAS ആണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു. അവരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചത്. അവരെന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഞാൻ അറിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആ സൗദിയിൽ നിന്ന് 2 പേര് എൻ്റെ വീട്ടിൽ വന്ന് ഒരു കേക്കും കൊണ്ടുവരുമ്പോൾ ആണ്. ആ കേക്കും കൊണ്ടുവന്ന് എന്നോടിത് സംസാരിക്കുമ്പോൾ എൻ്റെ മോള്, ഇന്നിവിടെ ഒരു അച്ഛൻ എൻ്റെ മോളെ കുറച്ച് പറയുണ്ടായി, ഞാനത് ആ വിഷയത്തിലൊക്കെ വരുന്നില്ല, എങ്കിലും അവർക്കൊക്കെ അറിയാം. അവൾ TV-യിൽ ഇങ്ങനെ എനിക്ക് അവാർഡ് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഫ്ലാഷായിട്ട് TV-യിൽ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് അവൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പോലും. തീരുമാനമായി അവർ പത്രസമ്മേളനത്തിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഒരു ദൈവ പൈതനായി കഴിഞ്ഞാൽ നിന്നിൽ നിന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ദാഹിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവർക്ക് ജീവജലത്തിൽ നിന്ന് കുടിക്കാൻ കൊടുക്കും. അവരത് കുടിച്ചു കഴിഞ്ഞാലോ അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികളങ്ങ് ഒഴുകും. പിന്നെ നീ വിചാരിക്കുന്നോണോ അല്ല ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്. നീ വിചാരിക്കും ഞാൻ പാവപ്പെട്ടവനാണ്, അത്താഴപ്പട്ടിണിക്കാരനാണ്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അയ്യോ, എനിക്ക് പഠിത്തമില്ല, എന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠരായ മനുഷ്യരിരിക്കുമ്പോൾ ഞാൻ സമൂഹത്തിൽ എന്തോ ചെയ്യാനാണെന്ന് വിചാരിക്കും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? എൻ്റെ അമ്മയ്ക്ക് ആ സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ചെയ്തത് എന്താണെന്നറിയാമോ? അമ്മ ഞാൻ ഉദ്യോഗസ്ഥനായപ്പോൾ എന്നോടത് നിർബന്ധം പറഞ്ഞിരുന്നു, എടാ
നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം എനിക്ക് തരണം. നീ വേറെ ആർക്കും കൊടുത്തു കളയരുത്. എന്തിനാണെന്നറിയാമോ? അന്ന് എൻ്റെ വീട്ടിൻ്റെ 4 വശത്തുമൊക്കെ ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നതിൽ രക്ഷിക്കണം, ഈ കുറവരും അങ്ങനെ പാവപ്പെട്ടവരുടെ ഒരു സമൂഹം ആ ഭാഗത്തൊക്കെ അന്നത്തെ കാലത്തൊക്കെ നിങ്ങൾക്ക് അറിയാതൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കണ്ട. അമ്മയ്ക്ക് കാശ് കൊടുത്ത് അരിയൊക്കെ വാങ്ങിച്ച് ആദ്യകാലത്ത് കഞ്ഞിയായിട്ടാണ് കൊടുത്തത്. എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ. അന്ന് എനിക്ക് ശമ്പളം കുറവാണ്. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞ് ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദശാംശം കൂടിയപ്പോഴത്തേക്ക് പിന്നെ ചോറാ കൊടുക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവർ. അമ്മയ്ക്ക് നിർബന്ധമാണ്, അമ്മയ്ക്കത് നിർബന്ധമാണ്. കുർബാന കൊണ്ടുവച്ച് വന്നാൽ ആ അമ്മച്ചി ആ നാട്ടിലുള്ള വിശക്കുന്ന എല്ലാ പാവപ്പെട്ടവരെയും വിളിച്ചു വരുത്തി അവരുടെ കൂടെ കുർബാന കഴിച്ചു വന്ന് അവരുടെ കൂടെ ഉച്ചയ്ക്ക് ചോറുണ്ടെന്നാണ് അമ്മയുടെ മരുന്ന്. അവർക്ക് ചോറ് കൊടുത്ത് അവരൊക്കെ ആ സന്തോഷമൊന്ന് കാണുമ്പോൾ അമ്മയ്ക്ക് സൗഖ്യമായി. അതാണ് നിങ്ങളെ എടുത്തുപയോഗിക്കുക എന്ന് പറയുന്നത്. എനിക്ക് അവാർഡ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഞാൻ ഈ ഭാഗത്തേക്ക് തിരിച്ചു വന്നോളാം അവാർഡിലേക്ക്. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലേക്ക് അത് പത്രത്തിലൊക്കെ ഉണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് മോഹൻ വർഗീസ് സാറും രാജ്യ സാറും ഒക്കെ ഉണ്ട്. പത്രം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കി, എല്ലാ പത്രത്തിലും ഉണ്ട്. ഇവിടെയൊക്കെ ഈ ഭാഗത്തേക്ക് അവാർഡ് നിശ്ചയിച്ചു എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ട് എന്നെ പലരും ഇവിടെ നിന്നൊക്കെ വിളിച്ചു. എൻ്റെ അനുഭവം, ആദ്യത്തെ അനുഭവം ഞാൻ പറയാം. ഞാൻ പ്രിപ്പാരറ്ററിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ മുമ്പേ പറഞ്ഞത് അത് ആവർത്തിക്കുകയാണ്. പറയും, നിന്നെ ഇന്ന് ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവിൽ നിറച്ചാൽ ഈ ദിവസം ആ യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ നിന്റെ അമ്മ കണ്ടാലും നിന്റെ അമ്മ. അടുത്ത സെന്റൻസ് എന്താ? ആ നിമിഷത്തില് ആ യോഹന്നാൻ അമ്മയെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോയി. വീടാണ് സ്വർഗം. വീട്ടിൽ കുടുംബത്തിൽ സ്വർഗം അനുഭവിക്കാത്ത ഒരാളും ഇനി പരുമല പള്ളിയിലല്ല ലോകത്ത് എവിടെ പോയാലും ശരി തന്നെ നിനക്ക് അവിടെ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ പറ്റിക്കുകയാണ്. കുടുംബത്തിലാണ് സ്വർഗം. യോശുവ പറഞ്ഞതുപോലെ കണ്ടാലും ഞാനും എൻ്റെ മക്കളും തലമുറകളും അല്ലേ ആരെ സേവിക്കും? യഹോവയെ സേവിക്കും. യോശുവയെ പോലെ ധീരനായ ഒരു മനുഷ്യൻ, യോശുവ ചെയ്തതുപോലെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത ഒരാളിന്റെ പട്ടിക പറയാമോ? യുദ്ധം ചെയ്ത മനുഷ്യൻ. മോശയ്ക്ക് വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ യോശുവ കാരണമാണ്. കാരണം എന്താ അതിന് കാരണം എന്നറിയാമോ? വിഷയം വിട്ടു പോവുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എന്താ കാരണം? ഒറ്റ നോക്കാൻ പോയവരിൽ ആരാ രണ്ടുപേര് അനുകൂലമായിട്ട് പറഞ്ഞവര്? ആരാ? ദേശം ഒറ്റുനോക്കാൻ മോശ 12 ഗോത്രത്തിൽ നിന്ന് ആളുകളെ അയച്ചു അല്ലേ? 10 ഗോത്രത്തിലുള്ളവരും പറഞ്ഞു അവിടെ അങ്ങോട്ട് കയറാൻ ഒക്കുകയില്ല, അവർ മല്ലന്മാരാണ്. സംഖ്യാപുസ്തകം എടുത്ത് ഞാൻ വായിച്ചാൽ സമയം പോകും, അതുകൊണ്ട് വായിക്കുന്നില്ല. അങ്ങോട്ട് കയറാൻ ഒക്കത്തില്ല. അവരൊരു വാക്കൂടെ പറഞ്ഞു, വെട്ടിക്കിളിയെ പോലെയാണ് നമ്മൾ അവരുടെ മുമ്പിൽ, ഞെക്കിയാൽ മതി തീർന്നിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം, 2 പേരെ പറഞ്ഞോളൂ. അങ്ങനെ പറയരുത്. ആരൊക്കെയാ? അമ്മച്ചിമാര് പറയുന്നു, കാലേബും യോശുവയും. അങ്ങനെ നിങ്ങൾ പറയരുത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ബലാൽക്കാരികൾ പിടിച്ചു വാങ്ങി. അങ്ങനെ നിങ്ങൾ പറയരുത്. ഷടാ മല്ലന്മാര്, അമാരോക്കര് മല്ലന്മാര്. ബാക്കി 10 ഗോത്രക്കാരും പറഞ്ഞു അവിടോട്ട് കയറാനൊക്കത്തില്ല. അവർ നമ്മളെ ഒന്ന് ഊതിയാലും മതി. നാടൻ ഭാഷയിൽ അവർ എഴുതിയിരിക്കുന്നത് സംഖ്യാപുസ്തകം വായിച്ചു നോക്കുക, നിങ്ങളിത് വായിക്കണം. വെട്ടുക്കിളിയെ പോലാ. അപ്പൊ യോശുവയും കാലേബും കൂടെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത്. എന്താ അതിന് കാരണം പറഞ്ഞേ? അതിന് കാരണം എന്താ പറഞ്ഞേ? നിങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്ന ദൈവത്തെ മറക്കല്ലേ. ചെങ്കടലിൽ വറ്റിച്ചല്ലയോ നിന്നെ കൊണ്ടുവന്നത്. നിന്റെ കുഞ്ഞിന് അസുഖം വന്ന അവസരത്തിൽ ആരാ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവ പൈതലെ നിന്റെ മിടുക്കുകൊണ്ടാണോ നീ ഈ നിലയിൽ എത്തിയത്? നീ അത് മറന്നില്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം കിട്ടാതെ വന്നപ്പോഴല്ലയോ നീ പരിഭവവും പരാതിയും പറയുന്നത്?
നിന്നെ സ്നേഹിച്ച് ഓരോ നിമിഷവും നീ ഒന്ന് നോക്ക്. നിന്നേക്കാൾ മിടുക്കികളും മിടുക്കന്മാരും ഇന്ന് എവിടെ നിൽക്കുന്നു? ഒരു സ്നേഹിതൻ എന്നോട് പറയും, അദ്ദേഹത്തിന് 2-3 മക്കളുണ്ട്, അവരെല്ലാം നല്ല നിലയിലാണ്. അച്ഛാ, ഞാൻ വെറും ഒരു തകരപ്പെട്ടിയും കൊണ്ടാണ് തിരുവനന്തപുരത്ത് ജോലിക്ക് വന്നത്. ഞാനൊരു ക്ലാർക്കായിട്ട് ഒരു തകരപ്പെട്ടിയും കൊണ്ടാണ് തിരുവനന്തപുരത്ത് വന്നത്. അതിൻ്റെ വിസ്താരം പറഞ്ഞാൽ നമുക്കൊക്കെ ഞെട്ടൽ വരും. ഇന്ന് പക്ഷേ എൻ്റെ മക്കളെല്ലാവരും ഈ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹത്തിന് ഫോറിൻ കൺട്രീസിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ജോലി വാങ്ങിച്ചു കൊടുക്കാതെ വന്നു. ആ മനുഷ്യന് ആ പറയുന്ന സമയത്ത് ഒരു UD ക്ലാർക്ക് ഗ്രേഡിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഏബ്രഹാം എന്നാണ്. ആർക്കെങ്കിലും വന്ന് അന്വേഷിക്കണമെങ്കിൽ വന്ന് അന്വേഷിച്ചു. അദ്ദേഹം താമസിക്കുന്നത് നന്തൻകോട്ട് നിന്നാണ്. അതിൻ്റെ വീട്ടുപേര് സഖി കോട്ടേജ് എന്നാണ്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ആ മനുഷ്യനോട് പറഞ്ഞു, എടാ കുഞ്ഞേ, അപ്പം അങ്ങേര് ഒരു വീട് ആദ്യം വെക്കാൻ നോക്കിയപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് 4 ഈ കമ്പുമൊക്കെ കെട്ടിയിട്ട് ഒരു മുറി ഉണ്ടാക്കിയിട്ട്, സത്യം പറഞ്ഞാൽ നമ്മുടെ മുള കൊണ്ട് ഇങ്ങനെ ചായപ്പിറക്കി അതിനകത്താണ് താമസിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല. എന്താ? അതെ, ഞാൻ അവിടെ വന്നാൽ എനിക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഒക്കത്തില്ലല്ലോ. ഒക്കത്തില്ല. അവിടുത്തെ ഞായറാഴ്ച നിങ്ങൾക്കറിയാം, വെള്ളിയാഴ്ച. ഞാൻ ആ വിഷയം തൊടുന്നില്ല. 2, ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ കുഞ്ഞുങ്ങളും ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതങ്ങ് മുടങ്ങിപ്പോത്തില്ലയോ? പിന്നെ ഞായറാഴ്ച ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആളാണ്. അതങ്ങ് മുടങ്ങിപ്പോത്തില്ലയോ? അപ്പം അദ്ദേഹം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു മകൻ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നത് ആ വെള്ളയമ്പലത്തുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സയൻറ്റിഫിക് ഇതിൻ്റെ അകത്ത് തലവനാണ് അങ്ങേര്. അങ്ങേര് ദുബായിലെ കാശ് കണ്ടുകൊണ്ടല്ല തൻ്റെ മക്കളെ പഠിപ്പിച്ചത്. ദുബായിലെ കാശ് കണ്ടുകൊണ്ടല്ല. എൻ്റെ കർത്താവ് എനിക്ക് മതി. അതുപോലെ യോശുവ പറഞ്ഞു, നിങ്ങളുടെ ഈ വന്ന വഴികളൊന്ന് നോക്ക്. കുടിക്കാൻ അല്പം വെള്ളമില്ലാതിരുന്ന സമയത്ത് ആ പാറയിൽ നിന്ന് വെള്ളം തന്നത് ആരാ? ആ ദൈവം നിങ്ങളുടെ കൂടില്ലേ? എൻ്റെ ദൈവ പൈതലേ, നീ ഇന്ന് നിരാശയിലിരിക്കുന്ന വിഷയത്തിൽ നിന്റെ മനസ്സിനോട് ഞാൻ ചോദിക്കുകയാണ്, ഏതെല്ലാം സന്ദർഭത്തിൽ ഇതുപോലെ നിന്നെ വഴി നടത്തി? ആ ദൈവം നിനക്കിന്നില്ലേ? എവിടെ പോയി? നീ അവനെ മറന്നുപോയോ? ഞാൻ വീണ്ടും വരികയാണ്. ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു, ഞാൻ ഈ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ച് ഒത്തിരി വിഷമിച്ചിട്ടുള്ളയാളാണ്. ഈ 38 വർഷം ഞാൻ അമ്മയ്ക്ക് മരുന്നൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് പകരം എന്തോ ഞാൻ കൊടുക്കാൻ ഒക്കും. എൻ്റെ അമ്മയുടെ സ്മരണ നിർത്താൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അമ്മ മരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വീട് വെച്ച് അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ തീരുമാനിച്ചതാണ്, ഒരു മുറി തിരുവനന്തപുരത്ത് രോഗികളായിട്ട് വരുന്നവർക്ക് താമസിക്കാനായിട്ട് മാറ്റിവെച്ചു. ഒത്തിരി പറഞ്ഞാലും തീരത്തില്ല പ്രിയമുള്ളവർ, ഒത്തിരി പറഞ്ഞാലും തീരില്ല. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന അതാണ് ഇന്ന് വളർന്ന് കാരുണ്യ ഗൈഡൻസ് സെൻ്ററായിരിക്കുന്നത്. എത്ര രോഗികൾ തിരുവനന്തപുരത്ത് വന്നാലും അവരെ ഫ്രീ ആയിട്ട് താമസിപ്പിച്ച് ആഹാരം കൊടുത്ത് അവരെ താമസിപ്പിക്കാൻ സഭയുടെ വകയായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ മാനേജിങ് കമ്മിറ്റിയിൽ, സഭയുടെ മാനേജിങ് കമ്മിറ്റിയിൽ 10-30 വർഷക്കാലം മെമ്പറായിട്ടിരുന്ന ഒരാളാണ്. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? എൻ്റെ വീട്ടിൽ ഞാനിതൊക്കെ പറയുന്നെങ്കിലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും. വീട്ടിൽ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ അവർ രോഗികളാണ്, അവരുടെ സാഹചര്യമില്ല, എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്, അല്ലേ? അവർ വന്നാൽ വിശേഷം ചോദിക്കും, മറ്റേത് ചോദിക്കും, മറിച്ചത് ചോദിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ പഠിത്തവും പ്രശ്നങ്ങളൊക്കെ ആയിത്തീരും. രണ്ടാമത്തെ ഒരു കാര്യം, ഉമ്മൻചാണ്ടി സാറ് അവിടെ സ്വീകരണത്തിന് പറഞ്ഞതുപോലെ ഈ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ചവറ ഫാക്ടറി തുടങ്ങിയപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട്, അന്ന് ജോയിൻറ്റ് സെക്രട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തത് എന്നെയാണ്, വേറെ ആരും ഇല്ലാഞ്ഞിട്ടല്ല. അദ്ദേഹം ആ സമ്മേളനത്തിൽ പറഞ്ഞു, ആ KMML ജീവ കാരുണ്യപരമായ, അതായത് സ്ഥലമൊക്കെ എടുത്ത സമയത്ത്, അവരുടെ വീടും കൂടുമൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും റെസിസ്റ്റൻസ് ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറയുക. ആ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ അവരോട് സ്നേഹമായി ഇടപെട്ട് നിങ്ങളത് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് ഒരു ദോഷവും വരില്ല. അത് പറഞ്ഞു കൊടുക്കാൻ, ദൈവത്തിൻ്റെ സമാധാനം പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷെങ്കിൽ എനിക്ക് കഴിയും. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസിനെ ഇറക്കി, ലാൻഡ് അക്വിസിഷൻ നടത്തി, അതിനു വേണ്ടുന്ന സമരം നടത്തി, ഹൈക്കോടതിയിൽ പോയി ഈ കാര്യം നേടാനിരുന്നെങ്കിൽ അവിടെ ഒരു ചുക്കും ഉണ്ടാകത്തില്ല. അദ്ദേഹം പറഞ്ഞു, അത് അലക്സാണ്ടറാണ് അത് നിർവഹിച്ചത്. അവരോട് സ്നേഹമായി പറയും, ഈ വീട് നിങ്ങൾ ഒഴിഞ്ഞു മാറിയാൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കും. അവരുടെ ഭവനത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും നല്ല ജോലി കൊടുക്കും. അതിനൊക്കെ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, അത് വിഷയം നിൽക്കട്ടെ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ഥലം കൊടുക്കണമല്ലോ, അങ്ങനെ തുടങ്ങിയതാണ്. അതാണ് ഇന്ന് തിരുവനന്തപുരത്ത് കാരുണ്യ ഗൈഡൻസ് സെൻ്റർ. അതാണ് സഭയുടെ സിക്കൈഡ് ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ ആതൊരു സഹായനിധി. ദൈവം നിന്നെ എടുത്തുപയോഗിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി നിന്നിൽ കൂടി നടക്കും. ലാസറേ, നിനക്ക് നാറ്റം വെച്ചെന്ന് പലരും പറയും, പക്ഷെ നിനക്ക് നാറ്റമൊന്നും വെച്ചതല്ല, അത് ദൈവനാമത്തിൻ്റെ മഹത്വമായി തീരും. ഈ വീട്ടിൽ കിടന്ന കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞാൽ തീരില്ല പ്രിയമുള്ളവർ. ആ മുറിക്കകത്ത് ഒരു പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാളും അവിടെ താമസിച്ചു. അദ്ദേഹത്തിനൊരു മകളേ ഉള്ളൂ. ആ മകൾക്ക് ഒരു മാരകമായ അസുഖം പിടിപെട്ടു. ആ രോഗം വന്നു കഴിഞ്ഞു. അതിനെ ചികിത്സിക്കാൻ ആ ആളിന് യാതൊരു നിവൃത്തിയില്ല. അദ്ദേഹം, നിങ്ങൾ പോയി അന്വേഷിച്ചോ, കൊല്ലം ഭദ്രാസനത്തിലെ സുവിശേഷ സംഘത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ്. ഞാൻ അന്ന് തിരുവനന്തപുരത്ത് ജോലിയാണ്. ഞാൻ യോസാദ്യോസ് തിരുമേനിയുമായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങൾ പലർക്കും അറിയാം. സുവിശേഷ സംഘത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ് ഓടി നടക്കുന്ന അവസരമാണ്. ഇദ്ദേഹം ഒരു ദിവസം എൻ്റെ മുമ്പിൽ വന്നു നിന്നും കൊണ്ടൊരു കരച്ചിൽ. കാര്യം എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ മകളുടെ അസുഖമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇതുപോലെ ചോദിച്ചു, പാപ്പച്ചനച്ച, കരിന്ത് തോട്ടിൽ വെള്ളവും കാക്കയുടെ കയ്യിലെ അപ്പവും കൊടുത്ത ദൈവത്തെ അല്ലേ ഇത്രയും നാൾ നിങ്ങൾ പ്രസംഗിച്ചത്? എന്താ അച്ഛാ നിങ്ങൾ ഇത്രയും സംശയിക്കുന്നത്? കൊണ്ടുവാ. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. ആ കുഞ്ഞിനെ ആശുപത്രിയിൽ ഞാൻ വേറെ ഒരു ഡോക്ടറുമായിട്ടുള്ള ബന്ധത്തിൽ കയറ്റിക്കിടത്തി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ പാപ്പച്ചനച്ചാനും കൊച്ചും കൂടെ, സാറാമി എന്നാ കൊച്ചിൻ്റെ പേര്. ഞാൻ എല്ലാ കാര്യങ്ങളും പേരൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനാണ്. കെട്ടുകഥയല്ല, സംഭവമാണ് പറയുന്നത്. അവിടെ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സാറാമയ്ക്ക് സുഖമായി. ഞാൻ ആ കടലാസ് എടുത്തൊന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് എന്തോ, ഡോക്ടേഴ്സ് വല്ലവരും ഇവിടെ ഉണ്ടെങ്കിൽ കേട്ടോണം. The ward is overcrowded, hence the patient is discharged with the following advice. എന്തുവാ താഴെ പറയുന്ന മരുന്ന് കഴിച്ചോളാൻ? എവിടെ ഗുണം പിടിക്കാനാ? നിങ്ങൾക്ക് മനസ്സിലായി. സൂക്കേട് ആർക്കാ? സാറാമിക്കല്ല, പിന്നെ ആർക്കാ? ആരും വേണ്ടത്തില്ലെന്ന് എനിക്കറിയാം. ഡോക്ടർക്കാ. ഡോക്ടർക്ക് കിട്ടാനുള്ള കാശ് കിട്ടാഞ്ഞപ്പം രോഗിയെ പറഞ്ഞ് പുറത്ത് വിട്ടു. വേറെ കാര്യമൊന്നുമില്ല. അടുത്ത നിമിഷം അന്ന് GB വാര്യർ അവിടെയുണ്ട്, ഡോക്ടർ. ആ അദ്ദേഹത്തെ കണ്ടു, വീണ്ടും അഡ്മിറ്റ് ചെയ്തു. ഒരു ഓപ്പറേഷൻ നടത്തണമെന്ന് അദ്ദേഹം വിധിച്ചു. ഈ മനുഷ്യൻ അവിടെ സ്ത്രീകളുടെ വാർഡിൽ കിടക്കാനൊക്കാത്തത് കൊണ്ട്, അവിടെ നിൽക്കാനൊക്കാത്തത് കൊണ്ട് രാത്രിയിൽ വന്ന് എൻ്റെ ഈ മുറിയിലാണ് കിടക്കുന്നത്.
പാതിരാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് നല്ലവണ്ണം കേൾക്കാം, ഏങ്ങി 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 കരയുന്നു. ആര്? ഈ പാപ്പച്ചനച്ചാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? ഞാനില്ല മനുഷ്യനോട് പറഞ്ഞില്ലേ, അച്ചായൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് എന്തു വച്ചാ കരിയുന്ന തോട്ടിലെ വെള്ളവും കാക്കയുടെ കയ്യിലും അപ്പവും കൊടുക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നില്ലയോ എന്നല്ലയോ പറഞ്ഞത്. ആ മനുഷ്യൻ ആ വാക്ക് പറഞ്ഞാണ് രാത്രിയിൽ ഏങ്ങി കരയുന്നത്. കരിയുന്ന തോട്ടിൽ വെള്ളവും കാക്കയുടെ കയ്യിൽ അപ്പവും കൊടുത്തയച്ച ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷന് എവിടുന്ന് ആരെന്നെ സഹായിക്കും? ഏങ്ങിക്കറിയ. അതിനോട് ചേർത്ത് അനേകം പറഞ്ഞു. ആഗാറിന്റെ നിലവിളി കേട്ട ദൈവമേ, എൻ്റെ കുഞ്ഞിനെ ആര് സഹായിക്കും? കാരണം വണ്ടിക്കൂലിക്ക് കാശില്ല. വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കത്തില്ലെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, വണ്ടിക്കൂലിക്ക് കാശ് കൊടുത്തത് ഞാനാ. എൻ്റെ പ്രിയമുള്ളവരെ, രാവിലെ എഴുന്നേൽപ്പിച്ച് വേദപുസ്തകമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അച്ഛനോട് പറഞ്ഞു, പാപ്പച്ചനച്ചാ പോ, ഞാൻ ഓഫീസിലൊന്ന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറെ താമസിച്ചില്ല, തിരുവനന്തപുരത്ത് ഐറാണിമുട്ടത്ത് WT തോമസിൻ്റെ ഫോണാണ് എനിക്ക് വന്നത്. അവൻ്റെ അമ്മ വിധവയാണ്, അപ്പം മരിച്ചിട്ട് ഏറെ നാളായി. അതുകൊണ്ടാണ് ഐറാണിമുട്ടത്ത് പോയത്. വിവരിക്കുന്നില്ല. അവർ ഇന്നെല്ലാവരും അമേരിക്കയിലാണ്. വലിയ വലിയ അവരുടെ മക്കൾ നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ അവിടെ പോയി തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ ആയിക്കഴിഞ്ഞു. റോസമ്മ എന്നാണ് അവിടെ പേര്. എന്താ കാര്യം? ഫോൺ വിളിച്ച എന്താണെന്നറിയാമോ? രാത്രിയിൽ അമ്മയ്ക്ക് ഉറക്കമില്ല. ഈ വിധവയായ അമ്മയ്ക്ക് ഉറക്കമില്ല. ആരോ ഒന്ന് പറയുകയാണ്, ആശുപത്രി രോഗിയായി കിടക്കുന്ന ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കണം. ഈ മനുഷ്യൻ RMSലെ ഒരു ജോലിയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ഐവറി ബിസിനസ്സും ഉണ്ട്. അദ്ദേഹത്തിന് ഇല്ലാത്തത് സമയമാണ്. ചിലപ്പോഴൊക്കെ ട്രെയിനിലും പോകേണ്ടി വരും. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ എളുപ്പമാർഗം കണ്ടത് തന്നെയാണ്. അതിന് കാരണമുണ്ട്. ഞാൻ ആ സമയത്ത് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ മെഷീൻ നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ കിടന്ന് പറയുന്നു, എനിക്കൊട്ടൊന്നും നിവർത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങേ വശത്ത് കരിയുന്ന തോട്ടിലെ വെള്ളത്തിന് കരിയുകയും അങ്ങേ വശത്ത് ദർശനം കാണുകയും ചെയ്യുന്ന ഒരമ്മ. വാക്കുകൾ ഞാൻ നിർത്താൻ ബാധ്യസ്ഥനാണ്. 12 മണിയാവുമ്പോൾ അന്ന് MV ജോർജൻ പിന്നത്തെ ഒസ്താത്യോസ് തിരുമേനിയും ഞാനുമായിട്ട് അവിടെ പോയി. ഒസ്താത്യോസ് തിരുമേനി മരിക്കുന്നിടം വരെ തിരുവനന്തപുരത്ത് വന്നാൽ ആ വീട്ടിൽ കയറാതെ പോയിട്ടില്ല. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഇങ്ങേ വശത്ത് കരയുന്ന ഒരു പാപ്പച്ചൻ, ഇങ്ങേ വശത്ത് ദർശനം കാണുന്ന ഒരു അമ്മച്ചി. ആ അമ്മച്ചി ഭാഗ്യവതിയായി. തിരുമേനി എപ്പോൾ വന്നാലും അവരുടെ മക്കളൊക്കെ ആരായെന്നറിയാമോ? അത് എൻ്റെ മുറിയിൽ കിടന്ന് നിലവിളിച്ചതാണ്. അതാണ് സഭയുടെ ഇന്നത്തെ ആതുര സഹായ നിധി അല്ലെങ്കിൽ സിക്കയുടെ ഫൗണ്ടേഷൻ. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ഞാൻ ഇങ്ങോട്ടൊന്ന് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞത് ഇത് മാത്രം, ആദ്യം മുതൽ പറഞ്ഞത് ഇത് മാത്രം. നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് വേണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. 2, പരിശുദ്ധ അമ്മ നിന്നോട് പറയും. ആ അമ്മ രണ്ട് മിനിറ്റ് ഈ ഇരിക്കുന്ന ഇരിപ്പിൽ എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ട് പ്രിയമുള്ളവരെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ടിരിക്കുക. അമ്മ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ ശ്ലീഹായെ ഏൽപ്പിച്ച അമ്മ കണ്ടാലും നിന്റെ അമ്മ. ആ അമ്മ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു,
എൻ്റെ കർത്താവ് പറയുന്നത് നീ ചെയ്തോളുക മോളെ. അവൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല മോളെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ കർത്താവുമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നീ ഒന്ന് ദർശനം കാണുക. ആ കർത്താവും അമ്മയും കൂടെ നിന്റെ തലയിൽ ഇതാ കൈവെക്കുന്നു. കരിന്ത് തോട്ടിൽ വെള്ളവും കാക്കയുടെ കയ്യിൽ അപ്പവും കൊടുത്തയച്ച് കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ ഈ ദേവാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയത് നിന്നോട് പറയുവാനാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിന്റെ രോഗം മാറും. നീ രോഗിയാണെങ്കിൽ ആ അമ്മ നിന്നോട് പറയുന്നു, ഈ മോൻ്റെ മുഖത്തേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ആ കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. എൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. വിശ്വസിക്കാം. എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമാകാം. നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരമാണ് നിന്നെ അലട്ടുന്നതെങ്കിൽ ആ അമ്മ നിന്നോട് പറയുന്നു, ഈ മകൻ ആരാണെന്ന് നിനക്കറിയാമോ? വിധവയായ നൈലിലെ ആ സ്ത്രീയെ, ഭർത്താവില്ല, ഏകജാതനായ ഒരു മകനേ ഉള്ളൂ. അവൻ മരിച്ചു. അവൾക്കൊരു വാക്ക് പോലും പറയാൻ അവൾ വിങ്ങി 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 പൊട്ടി. കാരണം അവൻ്റെ മകൻ്റെ ശവമഞ്ചവും കൊണ്ട് ആളുകൾ പോവുകയാണ്. അപ്പോഴാണ് വഴിയിലൊരു കാഴ്ച. യേശു തമ്പുരാനും ശിഷ്യന്മാരും നിൽക്കുന്നു. അവൾ പിന്നെ ശവമഞ്ചത്തിൻ്റെ പുറകെ അല്ല, മോൻ്റെ പുറകെ അല്ല പോയത്. അവളുടെ കണ്ണ് കർത്താവിങ്കിലേക്ക് പോയി. അവൾ അവിടെ ചെന്ന് ഒരു വാക്ക് പറയാൻ അത് വിങ്ങി 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 കരഞ്ഞു. എൻ്റെ കർത്താവ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ കരയണ്ട, അത് നിന്നോടാണ് പറയുന്നത്. ആ അമ്മ നിൻ്റെ കൂടെ ഉണ്ട്. കർത്താവ് നിന്നോട് പറയുന്നു, മോനെ നീ കരയണ്ട, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഞാൻ നിന്നെ പുലർത്തും. ഞാൻ ഒരു നാളും നിന്നെ അനാഥനായി വിടുകയില്ല. മോളെ നീ കരയണ്ട. ആ അമ്മയുടെ ആ സാന്ത്വന വാക്കുകൾ കേട്ടുകൊണ്ട് ഞാനും നിങ്ങളും ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാകട്ടെ. യേശു തമ്പുരാനെ കണ്ടിട്ടാണ് ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിപ്പിച്ച മുലയും ഭാഗ്യമുള്ളത്. നീ യേശു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, സക്കായിയുടെ ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം രക്ഷിക്കപ്പെട്ടു. ഇന്ന് രക്ഷ വന്നു. ദൈവവൈതലി യോഹന്നാൻ ആ നിമിഷം തന്നെ ആ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നിങ്ങളുടെയും എൻ്റെയും ഭവനത്തിൽ അമ്മ മധ്യസ്ഥയായിരിക്കട്ടെ. ദൈവവൈതലി നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവമേ, ഇന്ന് ഇവിടെ കടന്നു വന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അയക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയിൽ, പരിശുദ്ധനായ പരിമലത്തിന്മയുടെ മധ്യസ്ഥതയിൽ ജയജീവിതം ചെയ്യുവാൻ നീ അവരെ സഹായിക്കണമേ. ആയത് ഞങ്ങൾ എന്നാളും നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ ആണ്. കർത്താവിൽ അനുഗ്രഹീതരെ, ഞാൻ ആദ്യം ഇവിടെ വിശുദ്ധ കുർബാനയിലണമെന്ന് റമ്പാച്ചൻ എന്നോട്